Hi friends, I had this wonderful experience of watching an Indian movie, Malayalam movie, Echo. ഒരു ഡോഗ് ട്രെയിനർ എന്നുള്ള നിലയിൽ മോർ ലൈക്ക് ഒരു ഡോഗ് ബിഹേവിയറിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സച്ച് ആൻ അമേസിങ് മൂവി ബിക്കോസ് എന്താണ് ഡോഗ്സിനെ കൊണ്ട് മനുഷ്യൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് പടത്തിൽ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അമേസിങ്. ലൈക്ക് നോർമൽ നമ്മൾ കാണുന്ന ഡോഗ് മൂവീസിനകത്ത് ലൈക്ക് ഫൺ സ്റ്റഫ്, പക്ഷേ ദിസ് ഈസ് ദ ലൈക്ക് റിയൽ യു ക്യാൻ സീ ദ ഡാർക്ക് സൈഡ് ഓൾസോ ഓഫ് ഡോഗ്. അതിനകത്ത് ഡോഗ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലൈക്കിനോ നല്ല നാടൻ ഉശിരൻ നായകൾ, കുറച്ചൊക്കെ ഒരു മലയന്വ ലുക്കൊക്കെ ഉള്ള പക്ഷെ നല്ല നാടൻ ഉശിരൻ ഡോഗ്സ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട അതിൻ്റെ ട്രെയിനർ ജിജേഷ് ഡൺ എ വെരി വണ്ടർഫുൾ ജോബ് വിത്ത് ദ ഡോഗ്സ്. എസ്പെഷ്യലി ഡോഗ് പന്തെടുത്തുകൊണ്ട് വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരും, പക്ഷേ ടു ബ്രിങ് എവറിത്തിങ് വാട്ട് ദ ട്രെയിനർ സെയ്സ് അത് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഹൗ ദ ഡോഗ് ബ്രിങ് തിങ്സ്, പിന്നെ ബാർക്ക് ഓൺ കമാൻഡ് ആൻഡ് വൺ മാസ്റ്റർ. ഒരു മാസ്റ്റർ പറയുന്നത് മാത്രം മനുഷ്യനെ അവരുടെ കണ്ണിൽ നോക്കി മനസ്സിലാക്കി, മനുഷ്യനെ മനസ്സിലാക്കുന്നതിനേക്കാൾ പട്ടി മനുഷ്യനെ അവൻ്റെ കണ്ണിൽ നോക്കി മനസ്സിലാക്കും എന്നുള്ളൊരു മെസ്സേജ് ഈ മൂവിക്കകത്തുണ്ട്. ഇറ്റ്സ് വെരി അമേസിങ്. ആക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. സന്ദീപ് പ്രദീപ് പുള്ളിയുടെ നല്ല ഫിസിക്കും ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഒരു ഗെയിമിലെ ബോസിനെയൊക്കെ കൊല്ലുന്ന പോലുള്ള രീതിയിലുള്ള ഫൈറ്റ്, ഗോഡ് ഓഫ് വാറിനകത്തെ ക്രേറ്റോസിൻ്റെ ഫൈറ്റ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ, ഞാനൊരു പത്തനംതിട്ട ഭാഗത്തു നിന്നൊക്കെ വരുന്നത് കൊണ്ട് ഐ നോ ദ ടെറൈൻ. ഇറ്റ്സ് വെരി നൈസ് നേച്ചർ അവർ കാണിച്ചേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ, ഒരേ ജോഗ്രഫിയുള്ള രണ്ട് സ്ഥലങ്ങൾ, കേരളവും മലേഷ്യയും, അവിടുത്തെ നേച്ചറും സ്കോറ് ലൈക്ക് ഒരു ഹാൻസ് സിമ്മറിൻ്റെ ഈ അടുത്തിടയ്ക്ക് ഒരു യൂട്യൂബ് ഷോ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അത് കേൾക്കുമെന്ന് തോന്നും. പടത്തിൻ്റെ ഓരോ സമയത്തും അതിൻ്റെ ആ സ്കോറിൻ്റെ സ്പീഡ് മാറുന്നതും. നടന്മാരിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അശോകൻ വെരി നൈസ്, പിന്നെ വിനീതും സൂപ്പർ. കുര്യച്ചൻ ലുക്സ് കൈൻഡ് ഓഫ് ഉറക്കം പുള്ളിക്ക് കുറവുള്ളതിൻ്റെ വിട്ട് തോന്നി ആദ്യത്തെ ഷോട്ടിലൊക്കെ. പക്ഷേ ദെൻ ആഫ്റ്റർ സെക്കൻഡ് ഹാഫ് ഹി വാസ് വെരി ഗുഡ്. ഡയലോഗ് ഡെലിവറി എല്ലാം അടിപൊളിയാണ്. പിന്നെ ബിനു പപ്പു ഒക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ എൻ്റെ ഡോഗ് ഫ്രണ്ട്സോ ഫിഷ് ഫ്രണ്ട്സോ അല്ലാതുള്ള എല്ലാ ഫ്രണ്ട്സിനോടും ഞാൻ പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. നിങ്ങളത് വാച്ച് ചെയ്യണം, എസ്പെഷ്യലി ഇൻ തിയേറ്റർ. അത് ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ പടത്തിൻ്റെ ഫുൾ സമയവും നമ്മൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ ശ്രദ്ധ മാറാതിരുന്നാലേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഡയലോഗ്സാണ് പടത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ലൈക്ക് ദർ ആർ ലൈക്ക് ബ്രെഡ് ക്രംസ്, യു ലിസൺ ടു വൺ തിങ് ദെൻ യു സീ അനദർ തിങ്, യു ക്യാൻ കണക്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു മലേഷ്യൻ ഫ്രണ്ടിൻ്റെ കൂടെ പോയത്. അപ്പോൾ അവർക്ക് അത് അത്രയും ഫാസ്റ്റ് ഡയലോഗ്സും, പിന്നെ പടം കുറച്ചൊരു ഫസ്റ്റ് ഹാഫിൽ മേ ബി ദേ വിൽ ഫീൽ ഒരു സ്ലോ ഡൗൺ ബിക്കോസ് മലയാളം അറിയാൻ വയ്യാത്തവർക്ക്. മലയാളം അറിയാവുന്നവർക്ക് പോലും ചിലപ്പോൾ നമ്മൾ ആ സബ് ടൈറ്റിലൊക്കെ കണ്ട് ശീലം ഉണ്ടായതുകൊണ്ട് തിയേറ്ററിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാതെ നമ്മൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ നോക്കിപ്പോവും. ദെൻ അത്ര ഫോക്കസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് അത് ഫുള്ള് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒറ്റ വട്ടം കാണുമ്പോൾ. എന്ന് വെച്ചാൽ പടം മനസ്സിലാവും, പക്ഷേ ദർ ആർ സോ മെനി ഹിഡൻ ലൈക്ക് നമുക്ക് പഠിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ. ബിക്കോസ് അവരൊത്തിരി റിസർച്ച് ചെയ്തിട്ടാണെന്ന് തോന്നുന്നത് പടം. റിസർച്ച് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ലൈക്ക് ദ ഫാക്ട്സ് അബൌട്ട് ഡോഗ്സ് ഓൾസോ. ഈ നമ്മൾ ചില മലയാളം പടത്തിലൊക്കെ പട്ടികളെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻസും തെറ്റായ ലൈക്ക് മോറൽസൊക്കെ കൊടുക്കും, ലൈക്ക് ദിസ് ഈസ് ഹൗ ഡോഗ്സ് ടു ബി ട്രീറ്റഡ് എന്നൊക്കെ ഉള്ളത്. ഇതിനകത്ത് ശരിക്കും മനുഷ്യൻ്റെ കഥ പറയുമ്പോൾ എനിക്കത് ചിലപ്പോൾ തോന്നുന്നത് ഒരു ഫുള്ളൊരു ഡോഗിൻ്റെ സ്റ്റോറി ആയിട്ടാണ് കംപ്ലീറ്റ്. ഒരു ഡോഗ് എന്ന് വെച്ചാൽ ഒരു ഡോഗല്ല, ലൈക്ക് എ ഫാമിലി ഓഫ് ഡോഗ്സ്, എ ബ്രീഡ് ഫ്രം മലേഷ്യ എന്ന് പറയുന്ന ആ ബ്രീഡ്. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് റിവ്യൂ, ഞാൻ അതിനകത്ത് ഓരോ സാധനങ്ങളും എടുത്ത്, പടം കൂടുതൽ ആളുകൾ കാണുന്നതനുസരിച്ച് ഞാൻ അതിലെ ഓരോ സാധനങ്ങളും എടുത്തിട്ട് ഐ വിൽ ട്രൈ ടു എൻ്റെ അതിനകത്തുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഇറ്റ് വിൽ ബി ഫൺ. താങ്ക് യു ഗൈസ്.